ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. അനന്തവിഹായസിലെ അമൃത മഹോത്സവം, ദേശീയ ബഹിരാകാശ ദിന ചിന്തകൾ. അനന്തമായ ആകാശ രഹസ്യങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ പ്രയാണം എന്നും അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. അതിൽ ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടങ്ങൾ ലോകത്തെ വിസ്മയിപ്പിക്കുന്നതുമാണ്. നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും കൈമുതലാക്കി ഇന്ത്യ ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ കൊടുമുടിയിൽ തിലകം ചാർത്തിയ ചരിത്രം ലോകം മുഴുവൻ ഇന്ന് ആദരവോടെയാണ് വീക്ഷിക്കുന്നത്. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി തൊട്ടപ്പോൾ അത് കേവലം ഒരു ബഹിരാകാശ നേട്ടം മാത്രമായിരുന്നില്ല, മറിച്ച് 140 കോടി ഭാരതീയരുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളച്ച ചരിത്ര മുഹൂർത്തമായിരുന്നു. ലോക ചരിത്രത്തിലാദ്യമായി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കിയ രാജ്യമെന്ന അഭിമാന നേട്ടത്തിന്റെ ഓർമ്മ പുതുക്കലായാണ് ഓഗസ്റ്റ് 23 നാം ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യ കൈവരിച്ച വിപ്ലവകരമായ കുതിപ്പിന്റെ സാക്ഷ്യപത്രമാണ് ഈ ദിനം. സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ ഗവേഷകർ വരെ ഉൾപ്പെടുന്ന പുതുതലമുറയിൽ ശാസ്ത്രാവബോധവും ജിജ്ഞാസയും വളർത്തുക, ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഭാരതത്തിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്ത സ്ഥലം ശിവശക്തി പോയിന്റ് എന്നും ഇറങ്ങിയ ദിനം ദേശീയ ബഹിരാകാശ ദിനം എന്നും പ്രഖ്യാപിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നടത്തിയ ചരിത്രപരമായ വാക്കുകൾ ഈ അവസരത്തിൽ നമ്മെ വീണ്ടും ആവേശം കൊള്ളിക്കുന്നു. निरंतर प्रेरणा मिलती रहे, इसके लिए एक और निर्णय लिया गया है. 23 अगस्त को जब भारत ने चंद्रमा पर तिरंगा फहराया, उस दिन को अब हिंदुस्तान नेशनल स्पेस डे के रूप में मनाया जाएगा. जब हर वर्ष नेशनल स्पेस डे साइंस, टेक्नोलॉजी और इनोवेशन की स्पिरिट को सेलिब्रेट करेगा, हमें हमेशा हमेशा के लिए प्रेरित करता रहेगा. പ്രധാനമന്ത്രിയുടെ ആവേശഭരിതമായ വാക്കുകൾ നമ്മുടെ ദേശാഭിമാനത്തെ വാനോളം ഉയർത്തുന്നു. ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനം ഏറെ സവിശേഷതകളോടെയാണ് നാം ആഘോഷിക്കുന്നത്. ഭാരതത്തിന്റെ പൌരാണിക ശാസ്ത്രാവബോധത്തെയും ആധുനിക ബഹിരാകാശ കുതിപ്പിനെയും കോർത്തിണക്കുന്ന സന്ദേശമാണ് ഈ ദിനാചരണം മുന്നോട്ട് വയ്ക്കുന്നത്. കേവലം ബഹിരാകാശ പര്യവേക്ഷണങ്ങളിൽ ഒതുങ്ങാതെ കൃഷി, കാലാവസ്ഥാ പ്രവചനം, ദുരന്ത നിവാരണം, ആശയവിനിമയം തുടങ്ങിയ മേഖലകളിലൂടെ സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതത്തെ കൂടുതൽ സുഗമമാക്കാൻ ISROയുടെ സാങ്കേതിക വിദ്യ എങ്ങനെ സഹായിക്കുന്നു എന്നതും ഈ ദിനത്തിൽ ഓർമ്മിക്കപ്പെടുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് പുതിയ ചിറകുകൾ നൽകിയ ചരിത്ര നേട്ടമാണ് ഇന്ത്യൻ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുടേത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ദൌത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് പറന്നുയരുകയും അവിടെ നിന്ന് ഇന്ത്യയുടെ അത്ഭുതകരമായ കാഴ്ചകൾ ലോകത്തിന് കാട്ടിക്കൊടുക്കുകയും ചെയ്തത് ഓരോ ഭാരതീയനും അളവറ്റ അഭിമാനമാണ് സമ്മാനിച്ചത്. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മുടെ രാജ്യം എന്തുമാത്രം ശോഭയോടെയാണ് തിളങ്ങി നിൽക്കുന്നതെന്ന് വിവരിച്ച അദ്ദേഹം വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിനായി രാജ്യത്തെ ഓരോ യുവജനങ്ങളും മുന്നോട്ട് വരണമെന്ന് ആഹ്വാനം ചെയ്തു. Very soon we will have Indian citizens going to space on Indian launch rocket and Indian capsules from Indian soil. And for that to happen, all of you have to come together. All of you have to contribute, think about what can you do, how can you enable this to happen. We already have 300 plus startups who are actively working in the space domain. And this number is going to grow rapidly. And it would take the effort of an entire nation to make these missions happen in the future. One thing that I did not speak about from space was the view. And I think that is one of the most interesting and beautiful part. And I can tell you very honestly that this is probably one of the best sights that you would ever see in your life. We are trapped by ocean from 3 sides. It is the Indian Ocean, Bay of Bengal and the Arabian Sea. So in the night, it is completely dark and India emerges completely lighted up. And we will actually see Bangalore.
ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തിന്റെ ഭാഗമായി ISRO വിവിധ മേഖലകളിലായി വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത്. കേരളം, പുതുച്ചേരി, ലക്ഷദ്വീപ് എന്നിവ ഉൾപ്പെടുന്ന സോൺ 7 സംഘടിപ്പിക്കുന്ന ശാസ്ത്ര പ്രദർശനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് വിക്രം സാരാഭായി സ്പേസ് സെന്റർ ഡയറക്ടർ ഡോക്ടർ രാജീവ് UP നിർവഹിച്ചു. Our Chandrayaan-1 moon impacted on the moon. It was on November 14, the birthday of our beloved Jawaharlal Nehru. So Abdul Kalam ji, that time he told this point we call as Jawahar's space, Jawahar's Thal on the moon. And when our Chandrayaan-3 landed, our Honorable Prime Minister Narendra Modi ji declared it as the Shiva Shakti point. And the date of landing on the moon, he declared that it will be celebrated as National Space Day all over India. മംഗൾയാനും ചന്ദ്രയാനും ആദിത്യ എൽ1നും ശേഷം ഇന്ത്യ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അതിവിദൂരമായ പുതിയ ചക്രവാളങ്ങളാണ്. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഗഗൻയാൻ ദൌത്യം, സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കാനുള്ള ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ പദ്ധതി, സൂര്യനെയും ശുക്രനെയും കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ എന്നിവ ISROയുടെ സമീപ ഭാവിയിലെ പ്രധാന ഉദ്യമങ്ങളാണ്. റൊട്ടേഷൻ സാങ്കേതികവിദ്യയിലും നാവിഗേഷൻ സംവിധാനങ്ങളിലും സുപ്രധാന പങ്കുവഹിക്കുന്ന തിരുവനന്തപുരം ISRO ഇനേർഷ്യൽ സിസ്റ്റംസ് ഡയറക്ടർ ശ്രീ ജോജി ജെ ചാമൺ, ചന്ദ്രയാൻ 3 അടിസ്ഥാനപരമായ വിജയത്തിൽ നിന്ന് ഗഗൻയാൻ പോലെയുള്ള ഭാവിയിലേക്കുള്ള ബഹിരാകാശ ദൗത്യങ്ങളിലേക്ക് പൊതുജനാവബോധം വ്യാപിപ്പിക്കുക എന്നതാണ് ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം. നാഷണൽ സ്പേസ് ഡേ 2026 ഔദ്യോഗിക പ്രമേയം വികസിത ഭാരതത്തിലേക്കുള്ള യാത്ര, നൂതനാശയങ്ങൾ, സഹകരണം, ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള കുതിപ്പ് എന്ന വളരെ പ്രസക്തമായ വിഷയമാണ്. തദ്ദേശീയമായ ബഹിരാകാശ നേട്ടങ്ങളെ രാജ്യത്തിൻ്റെ ദീർഘകാല വികസന സ്വയം പര്യാപ്തത ലക്ഷ്യങ്ങളുമായി നേരിട്ട് ബന്ധിപ്പിക്കാനാണ് ഇത് ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട ഉപഗ്രഹ സാങ്കേതിക വിദ്യകൾ, പൊതു സ്വകാര്യ പങ്കാളിത്തം എന്നിവയിലുണ്ടായ വൻ വളർച്ചയുടെ പശ്ചാത്തലത്തിൽ വികസിത് ഭാരത് എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനുള്ള ISROയുടെ സംരംഭങ്ങളെ ഈ പ്രമേയം അടയാളപ്പെടുത്തുന്നു. നാഷണൽ സ്പേസ് ഡേ ആഘോഷങ്ങളുടെ ഭാഗമായി പരിപാടികൾ നടത്തുന്നതിനായി രാജ്യത്തെ 7 മേഖലകൾ ആയി തിരിച്ചിരിക്കുന്നു. മുൻ വർഷങ്ങളിലെ പോലെ കേരളം, ലക്ഷദ്വീപ്, മാഹി എന്നിവ ഉൾപ്പെടുന്ന സോൺ 7 പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനുള്ള ചുമതല VSSC, LPSC, IISU, IIST എന്നീ സ്ഥാപനങ്ങൾക്കാണ്. സോൺ 7 സംഘടിപ്പിച്ച പരിപാടികൾ വിവിധ സ്ഥലങ്ങളിലെ സ്കൂളുകളിലും സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നടത്തിയ സിംപോസിയങ്ങളും പ്രദർശനങ്ങളും, മേഖലയിലെ എല്ലാ ISRO കേന്ദ്രങ്ങളിലും നടത്തിയ ഓപ്പൺ ഹൗസ് പരിപാടികളും, ISROയുടെ പിന്തുണയോടെ സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും സംഘടിപ്പിച്ച പരിപാടികളും ഉൾപ്പെടുന്നു. തിരുവനന്തപുരം ജവഹർ നവോദയ വിദ്യാലയത്തിൽ നടന്ന സിംപോസിയത്തോടും ദ്വിദിന പ്രദർശനത്തോടും കൂടി NSPD 2026 ആഘോഷങ്ങൾക്ക് 2026 ഓഗസ്റ്റ് 7 തുടക്കമായി. 2047 ഭാരതത്തിൻ്റെ 100ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ ഒരു ഭാരതീയൻ ചന്ദ്രൻ്റെ മണ്ണിൽ കാൽകുത്തണം എന്നതാണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികളുടെ പ്രധാന ദൗത്യങ്ങളിൽ ഒന്ന്. ഇതിലേക്കായി സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ്സ്, ചന്ദ്രയാൻ 4ഉം 5ഉം ദൗത്യങ്ങൾ, ഗഗൻയാൻ പദ്ധതി എന്നിവയുമായി ISRO മുൻപോട്ട് പോവുകയാണ്. ഈ ഉദ്യമങ്ങളെപ്പറ്റി പൊതുജനങ്ങൾ അവബോധം സൃഷ്ടിക്കുക, പുതിയ തലമുറ ശാസ്ത്രജ്ഞരെയും സാങ്കേതിക വിദഗ്ധരെയും വാർത്തെടുക്കുക, അതിലൂടെ വികസിത ഭാരതം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുക എന്നതാണ് NSPDയുടെ പ്രധാന ലക്ഷ്യം. ഇന്ത്യൻ ബഹിരാകാശ മേഖലയിൽ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വിപ്ലവകരമായ മാറ്റമാണ് സ്വകാര്യ പങ്കാളിത്തത്തിന് വഴി തുറന്നത്. ഇത് സ്റ്റാർട്ടപ്പുകൾക്കും യുവ സംരംഭകർക്കും ഈ രംഗത്തേക്ക് കടന്നുവരാൻ വലിയ അവസരമൊരുക്കി. ഇൻസ്പേസ് പോലുള്ള സംവിധാനങ്ങളിലൂടെ വലിയൊരു വിപ്ലവത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നത്. ബഹിരാകാശ ഗവേഷണം കേവലം ലബോറട്ടറികളിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല. അത് കുട്ടികളുടെ ചിന്താധാരകളെ ഉണർത്തേണ്ട ഒന്നാണ്. കുട്ടികളിൽ പ്രായോഗിക ശാസ്ത്രാവബോധം വളർത്തുന്നതിനായി ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് കേരള ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം ചാലക്കുടി മേഖലാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി പ്രത്യേക ടെലിസ്കോപ്പ് നിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്വന്തമായി ടെലിസ്കോപ്പ് നിർമ്മിച്ച് വാന നിരീക്ഷണം നടത്താൻ കുട്ടികളെ പ്രാപ്തരാക്കുന്ന ഈ പരിപാടിയെക്കുറിച്ച് സയന്റിഫിക് ഓഫീസർ മുബീൻ നൂറുദ്ദീൻ: നമ്മുടെ കേരള ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ചാലക്കുടി മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ വെച്ച് ഓഗസ്റ്റ് 23 ഞങ്ങളൊരു നാഷണൽ സ്പേസ് ഡേ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഇത്തവണത്തെ നമ്മളുടെ പ്രധാന ലക്ഷ്യം കുട്ടികളിൽ സ്പേസ് സയൻസിനെ കുറിച്ചുള്ള ഒരു ആവേശം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. കേവലം തിയറി അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ വായിച്ചു പഠിക്കുന്നതിനപ്പുറം കുട്ടികൾക്ക് നേരിട്ട് അത് അനുഭവിച്ചറിയാൻ ഒരു അവസരമൊരുക്കുകയാണ്. പ്രത്യേകിച്ച് ഒപ്റ്റിക്സ് അല്ലെങ്കിൽ പ്രകാശശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചും പ്രായോഗിക ജ്യോതിശാസ്ത്രത്തെക്കുറിച്ചും ഒക്കെയാണ് ക്ലാസുകൾ.
ഇതിന്റെ ഏറ്റവും വലിയൊരു ആകർഷണം എന്താണെന്ന് വെച്ചാൽ പങ്കെടുക്കുന്ന കുട്ടികൾ സ്വന്തമായി ഒരു ടെലസ്കോപ്പ് നിർമ്മിക്കാൻ പഠിക്കുന്നുണ്ട്. സ്വന്തമായി ഉണ്ടാക്കിയ ടെലസ്കോപ്പിലൂടെ രാത്രിയിലെ ആകാശം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷവും ജിജ്ഞാസയും അത് കുട്ടികളിൽ വലിയൊരു ശാസ്ത്രബോധം വളർത്താൻ സഹായിക്കും. ഈ മേഖലയിൽ ഒരുപാട് വർഷത്തെ അനുഭവ സമ്പത്തുള്ള വിദഗ്ധർ തന്നെയാണ് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കും ശാസ്ത്രത്തിൽ താല്പര്യമുള്ള ഏത് വ്യക്തിക്കും ഇതിൽ പങ്കെടുക്കാം. തികച്ചും സൗജന്യമായിട്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. പരമാവധി ആളുകൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. വിദ്യാഭ്യാസ രംഗത്ത് ബഹിരാകാശ ശാസ്ത്രത്തെ കൃത്യമായി സംയോജിപ്പിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ക്ലാസ് മുറികളിൽ ശാസ്ത്ര തത്വങ്ങൾ ലളിതമായി അവതരിപ്പിക്കുമ്പോൾ കുട്ടികളിൽ ജനിക്കുന്ന ചോദ്യങ്ങളാണ് നാളത്തെ വലിയ ശാസ്ത്രജ്ഞരെ സൃഷ്ടിക്കുന്നത്. ബഹിരാകാശ ശാസ്ത്രവും കുട്ടികളും പാഠ്യപദ്ധതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും സ്കൂൾ തലത്തിൽ നൽകേണ്ട പ്രോത്സാഹനങ്ങളെക്കുറിച്ചും ശാസ്ത്ര അധ്യാപകനായ ഡോക്ടർ ടി.വി. വിനീഷ്. സ്കൂൾ തലത്തിൽ കുട്ടികൾ വളരെ താല്പര്യത്തോടെ പഠിക്കുന്ന ഒരു വിഷയമാണ് ജ്യോതിശാസ്ത്രം. സ്കൂൾ തലത്തിലെ ജ്യോതിശാസ്ത്ര പഠനത്തെക്കുറിച്ച് പ്രധാനമായും 3 കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, അത് സ്വാഭാവികമായി കുട്ടികളിൽ ഉണ്ടാകുന്ന വിസ്മയത്തെ, കൗതുകത്തെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ്. എല്ലാ കുട്ടികളിലും ഉണ്ടാകുന്ന ചില ചോദ്യങ്ങളാണ്: എന്തുകൊണ്ടാണ് രാത്രിയും പകലും മാറി മാറി വരുന്നത്? എന്തുകൊണ്ടാണ് പകൽ നക്ഷത്രങ്ങളെ കാണാത്തത്? എന്തുകൊണ്ടാണ് സൂര്യൻ്റെ പ്രകാശത്തിനുള്ള ചൂട് ചന്ദ്രൻ്റെ പ്രകാശത്തിന് ഇല്ലാത്തത് എന്നതൊക്കെ. ഈ കൗതുകങ്ങളെ, ഈ വിസ്മയങ്ങളെ, ഈ ചോദ്യങ്ങളെ കൃത്യമായി വിശദീകരിക്കുകയും കാര്യകാരണ ബന്ധത്തിലധിഷ്ഠിതമായി യുക്തിഭദ്രമായി തെളിവുകൾ വച്ചുകൊണ്ട് അതിന് ഉത്തരം നൽകുകയും ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ അന്വേഷിക്കാനും അറിയാനുമുള്ള പ്രേരണ സ്വാഭാവികമായി വികസിക്കുന്നു. സയൻസ് നേടിയ അറിവുകൾ കുറെ കാണാപ്പാഠം പഠിച്ചതുകൊണ്ട് മാത്രമായില്ല, സയൻസ് എങ്ങനെയാണ് അറിവിനെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന രീതി കൂടി മനസ്സിലാക്കണം. അതാണ് രണ്ടാമതായി ജ്യോതിശാസ്ത്ര പഠനത്തിലൂടെ കുട്ടികൾ നേടുന്ന ഒരു കാര്യം. മൂന്നാമത്തെ കാര്യം, ഇന്ത്യ എന്ന രാജ്യം ഈ രംഗത്തുണ്ടാക്കിയ മഹത്തായ നേട്ടങ്ങളാണ്. വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ബഹിരാകാശ യാത്രികരെക്കുറിച്ചും നമ്മുടെ പദ്ധതികളെക്കുറിച്ചും നമ്മൾ നേടിയ അഭിമാനകരമായ നേട്ടങ്ങളെക്കുറിച്ചും അറിയുമ്പോൾ കുട്ടികൾക്ക് അതിനെല്ലാം വലിയ താല്പര്യമുണ്ടാകുന്നു. ശാസ്ത്രം നമ്മൾ പറയുന്ന കേവല യുക്തിക്ക് അപ്പുറമുള്ള ഒന്നാണ് എന്ന് തിരിച്ചറിയാൻ കുട്ടിക്ക് അവസരം നൽകുന്ന ഒന്നുകൂടിയാണ് ജ്യോതിശാസ്ത്ര പഠനം. ശാസ്ത്രാവബോധമുള്ള തലമുറയായിട്ട് അവരെ വളർത്താൻ ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് അഭിമാനബോധമുള്ളവരായിട്ട് മാറാൻ കുട്ടികളെ ജ്യോതിശാസ്ത്ര പഠനം പര്യാപ്തമാക്കുന്നുണ്ട്. ഈ തരത്തിലൊക്കെ സ്കൂൾ തലത്തിലെ ജ്യോതിശാസ്ത്ര പഠനം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റോക്കറ്റ് ഭാഗങ്ങൾ സൈക്കിളിൽ ചുമന്നുകൊണ്ടുപോയി തിരുവനന്തപുരം തുമ്പയിൽ തുടങ്ങിയ ഒരു കൊച്ചു ശാസ്ത്ര സ്വപ്നം ഇന്ന് പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളിലേക്ക് ഭാരതത്തിന്റെ കയ്യൊപ്പ് ചാർത്തുന്ന വടവൃക്ഷമായി വികാസം പ്രാപിച്ചു. വിക്രം സാരാഭായിയുടെയും സതീഷ് ധവാന്റെയും APJ അബ്ദുൽ കലാമിന്റെയും ദീർഘവീക്ഷണത്തിൽ വിരിഞ്ഞ ആ സ്വപ്നങ്ങൾക്ക് ഇന്ന് അതിരുകളില്ല. ബഹിരാകാശ ശാസ്ത്രം എന്നത് അതിസങ്കീർണമായ സൂത്രവാക്യങ്ങൾ മാത്രമല്ല, മാനവരാശിയുടെ പുരോഗതിക്കും ഉന്നമനത്തിനുമുള്ള മഹത്തായ ഉപാധിയാണെന്ന് ഇന്ത്യ ലോകത്തിന് കാട്ടിക്കൊടുത്തു. കാർഷിക മേഖലയ്ക്കും കാലാവസ്ഥാ പ്രവചനത്തിനും വിവര സാങ്കേതിക വിദ്യയ്ക്കുമെല്ലാം കരുത്തു പകർന്ന് സാധാരണക്കാരന്റെ അത്താണി കൂടിയായി മാറിയിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ബഹിരാകാശ സാങ്കേതിക വിദ്യ. വരുന്ന ഓഗസ്റ്റ് 23-ന് നാം വീണ്ടും ഒരു ബഹിരാകാശ ദിനം ആഘോഷിക്കുമ്പോൾ അത് ഓരോ ഭാരതീയനിലും ആത്മവിശ്വാസത്തിന്റെയും അഭിമാനത്തിന്റെയും പുതിയൊരു സൂര്യോദയം കൂടിയാണ്. ആകാശത്തിന് അതിരു കൽപ്പിച്ചിരുന്ന ഒരു കാലത്ത് നിന്നും ആകാശത്തിനപ്പുറവും നമ്മൾ കീഴടക്കുമെന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഇന്ത്യയുടേത്. സ്വപ്നം കാണാൻ മടിയില്ലാത്ത, സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിനായി കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറുള്ള ഒരു തലമുറ ഉള്ളിടത്തോളം ഭാരതത്തിന്റെ വിജയഗാഥ തുടരുക തന്നെ ചെയ്യും. വിസ്മയകരമായ ശാസ്ത്ര നേട്ടങ്ങളോടെ നവഭാരതം ലോകത്തിന്റെ നെറുകയിൽ എന്നും ശോഭിക്കും. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.